ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് ഇതിനൊന്നും ഒരു യോഗ്യതയുള്ള വ്യക്തിയൊന്നുമല്ല. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മനുഷ്യനും കർത്താവിൻ്റെ മുമ്പിൽ നേരെ നിൽക്കാൻ കഴിയത്തില്ല. അബ്രഹാം കർത്താവിനോട് നേരിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെങ്കിൽ പിന്നെയും സോദോമിന് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അബ്രഹാം പറയുന്നൊരു വാചകമുണ്ട്, ഐ ആം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷസ്. ഞാൻ നിൻ്റെ മുമ്പിൽ നിന്നോ, ഞാൻ കത്തിപ്പോയില്ലേ ദൈവമേ. എപ്പോഴും നമുക്ക് ഈ ഒരു ദൈവഭയം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ നിമിഷവും ദൈവം തരുന്ന അവസരം ദൈവത്തിൻ്റെ ദാനമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി മുഖവരെയൊന്നും പറയുന്നില്ല. ഓക്കെ, ഞാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ ഭർത്താവാണ് സാജു. ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്ത മോള് കുടുംബമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ഡൽഹിയിലെ മിഷനറിയാണ്. മിഷൻ വർക്ക് ജീസസ് മിഷനോട്, ഞങ്ങളുടെ മിഷനോട് തന്നെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ മോള് അവർ സയാക്സിൽ നിന്ന് MTH കഴിഞ്ഞിട്ട് മോന് SABC പഠിപ്പിക്കുന്നു. മോള് ഈ അപ്പോളജറ്റിക്സുമായിട്ട് LFS എന്ന് പറയുന്ന മിനിസ്ട്രി, രവി സക്കറിയയുടെ ശേഷം ഇന്ത്യ അവർ പുതിയൊരു വിങ്ങായിട്ട് LFS ലൈഫ് ഫോക്കസ് സൊസൈറ്റി, അതിൽ അവർ വർക്ക് ചെയ്യുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇളയ മോള് ഞങ്ങളുടെ കൂടെ ആഫ്രിക്കയിൽ 2 വർഷം ഉണ്ടായിരുന്നു. അവൾ മിഷണറിയാണ്. ആസ് എ ഫാമിലി വി ആർ മിഷണറീസ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ പദവി ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും ഒന്നിച്ച്. ചില സമയത്ത് ഞങ്ങൾക്ക് ഹോം എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അമ്മ ജസ്റ്റിന് എഴുതും, മമ്മ പപ്പ ഇന്ന് ഞാൻ പ്രസംഗിക്കുക, പ്രാർത്ഥിക്കണം. ഉടനെ അടുത്ത ആൾ ഇന്ന് ഞാൻ, ഉടനെ ഞാൻ പറയും ഇന്ന് ഞാൻ, ഉടനെ സായിച്ചാൻ പറയുന്നത്. ഭയങ്കര ഒരു സന്തോഷമാണ്. ഞങ്ങൾ പറയും, ദൈവമേ, ഈ 5 പേര് ഒരേ സ്റ്റേജിൽ പല സമയത്ത് പല സ്ഥലങ്ങളിൽ നിൽക്കുന്നത്, ഇതിനോളം ഭാഗ്യം പിടിച്ചൊരു ജീവിതം വേറെ ഒന്നുമില്ല. നമുക്കൊക്കെ ഇതാകാം. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ സഹായിക്കും. അതിനെ ദൈവം ഇടയാക്കട്ടെ. അതാണ് ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ളൊരു പ്രശംസ. അത് മാത്രമാണ്. ബാക്കി ഒരു പ്രശംസയില്ല. ക്രൂശിലല്ലാതെ, എൻ്റെ ബലഹീനതയിലല്ലാതെ എനിക്കൊന്നും പ്രശംസിപ്പാനില്ല. കർത്താവിൻ്റെ ക്രൂശിലെ പ്രശംസ മാത്രമേ ഉള്ളൂ പ്രശംസയായിട്ടിരിക്കുന്നത്. സ്തോത്രം. പിന്നെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പം 2 ഭാഗമായിട്ടാണ് ഇതിനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പറയുന്ന സമയത്ത് തന്നെ നിർത്താം എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ, ജീവിക്കുന്ന ഈ സാഹചര്യത്തെ ഒന്ന് വിവേചിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യം വല്ലാത്ത, ഇതിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്ന 2 വാക്കുകളാണ്. ഒന്ന് എഫേസ്യർ 5:16, ഇത് ദുഷ്കാലമാകയാൽ. ദുഷ്കാലം, ഈ ജീവിക്കുന്ന കാലം ഒരു വല്ലാത്ത ദുഷ്കാലമാണ്. പിന്നെ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 2:40 പറയുന്ന, ഇത് വക്രതയുള്ളൊരു തലമുറ. അപ്പോൾ ഇതൊരു ദുഷ്കാലമാണ്, ഇത് വക്രതയുള്ളൊരു തലമുറയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം, ഇങ്ങനെയുള്ള ഈ തലമുറയിൽ നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ സഭയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ കുടുംബമായിട്ട് നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ തലമുറയുടെ, ഞാൻ ഒരിക്കലും തലമുറയല്ല കുറ്റം പറയുന്നത്, നമ്മുടെ ഈ പോക്ക് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? നമുക്കൊരു ചേഞ്ച് ആവശ്യമില്ലേ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്ന് ഒരു ചെറിയ വേദനയെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒത്തിരി അകന്നവരാണെന്ന്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നവരാണ്, അല്ലെ നമുക്ക് ദൈവത്തോട് വലിയ അടുപ്പമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, ദൈവമേ, ആ കൊച്ചിൻ്റെ പോക്ക് കണ്ടോ, എന്ത് വേദന തോന്നുന്നു, ആ കുടുംബം കണ്ടോ, ഇങ്ങനെയാണോ? ഇങ്ങനെ ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തിങ്ങി നിറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഭാരം നമ്മുടെ ഭാരമായി മാറും. അതല്ല, എന്തെങ്കിലും വരട്ടെ, എവിടെയെങ്കിലും പോയി നശിക്കട്ടെ എന്നാ ചിന്തിക്കുന്നെങ്കിൽ നമ്മളാണ് പാപികൾ, നമ്മുടെ ഭാഗത്താണ് തെറ്റ്. നമ്മൾ ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ ഒത്തിരി നിന്നിൽ നിന്ന് അകന്നുപോയി, എന്നെ നിന്നോട് അടുപ്പിക്കണേ. അവരുടെ ഭാരം എൻ്റെ ഭാരമായി മാറണം. ദൈവത്തിൻ്റെ ഭാരം എൻ്റെ ഭാരമായി മാറുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒത്തിരി അകലെയാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു സമയമാണിത്. നമ്മൾ തന്നെ ഓർക്കണം. എന്നിട്ട് എൻ്റെ ദൈവമേ,
ഞാൻ വളരെ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. ദൈവകൃപയിലേക്ക് വേഗം വരാൻ, വേഗം മടങ്ങി വരാൻ എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഭാരം എൻ്റെ ഭാരമായി തീരാനിടയാകണേ എന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഈ തലമുറയെ നമുക്ക് എന്തിനോട് ഉപമിക്കാൻ പറ്റും? ഈ തലമുറ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വിചാരിക്കില്ല നിങ്ങളുടെ മക്കളെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളെപ്പറ്റി തന്നെയാണ്, എന്നെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ ഇരിക്കുന്നവരോടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന 2 കാര്യം. ഒന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ലൂക്കോസ് 17:26 മുതലുള്ള വാക്യം ഞാൻ തന്നെ വായിക്കാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്തും സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദം വിട്ട നാളിൽ ആകാശത്തും തീയും ഗന്ധകവും ചെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇനി താഴോട്ട് ഒത്തിരി ഭാഗമുണ്ട്. ലോത്തിൻ്റെ ഭാര്യ എല്ലാം വിട്ടിട്ട് ഓടാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയതും ഉപ്പ് തൂണായതും. പലപ്പോഴും നമുക്ക് കർത്താവ് ഇപ്പം വരിക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് വെറുതെ ഒന്ന് ആ സോതോമിലോട്ടൊന്ന് വന്നേ, എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്തേ. നമ്മളെ കർത്താവ് ഇത് തീ വരാൻ പോവാ, എളുപ്പം ഓടാൻ പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ എന്തെല്ലാം സാധനം, എൻ്റെ സാരി അവിടെ ഇരിക്കുന്നു, എൻ്റെ ചുരിദാർ അവിടെ ഇരിക്കുന്നു, ദൈവമേ ഇത്ര ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ ഡിപ്പോസിറ്റ് ചെയ്ത, ചർച്ച് പണിയാൻ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ അവിടെ കിടക്കുന്നു, ബാങ്കിൽ കിടക്കുന്ന പൈസ കിടക്കുന്നു. എന്തായാലും നമ്മൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോവും, ഉപ്പ് തൂണായി പോവേ. ഈ കാലം വല്ലാത്തൊരു കാലമാണ്. ഇങ്ങനെ ഒരു ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരുവാണെ നമ്മൾ എല്ലാം മറന്ന് ഓടാൻ പറ്റുമോ? അങ്ങനെ എല്ലാം മറന്ന് ഓടുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ദൈവവചനത്തെ കാണാം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഓടിപ്പോകണം, അല്ലെങ്കിൽ ഇതിലൊന്നും നമ്മുടെ ശ്രദ്ധ പതിയല്ല, ഇതിലൊന്നും നമ്മുടെ കണ്ണ് പതിയരുത് എന്ന് പറയാനാണ് ആ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമായിട്ട് ഇവിടെ പറയുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കർത്താവ് വരും. അതാണ് അതിൻ്റെ താഴത്തെ ഭാഗത്തോട്ട് പറയുന്നത്. 2 തലമുറയെ കാണിച്ചിട്ട് കർത്താവ് പറയുവാണ്, നമ്മുടെ ഈ തലമുറ ലോത്തിൻ്റെ തലമുറ പോലെയും നോഹയുടെ കാലം പോലെയും. നോഹ ആ നീതി പ്രസംഗി എത്രയോ വർഷങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ നോഹയുടെ ഭാര്യയെ, അറ്റ്ലീസ്റ്റ് നോഹയുടെ 3 മക്കളെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും 8 പേരെ രക്ഷിക്കാൻ പറ്റി. എന്നാൽ ആ തലമുറ ഒന്നും കർത്താവിനെ അനുസരിക്കുകയോ ഇത്രയും കേട്ടിട്ടും അവർ കർത്താവിൻ്റെ പാതയിലോട്ട് വരുവോ ചെയ്തില്ല. 2 തലമുറയുടെ ഇലസ്ട്രേഷൻ പറഞ്ഞിട്ട് വരുക. ഇങ്ങനത്തെ തലമുറയെ നമ്മളൊന്ന് വിവേചിച്ച് കഴിയുമ്പോൾ ഈ സമയത്ത് കർത്താവ് വരും. നമ്മൾ ഭയങ്കര ഭയത്തോടെ വേണം ഈ പ്രവാസകാലം കഴിയാൻ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്ത് എവിടെയെല്ലാം നമ്മൾ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതിനെ ആ പശയൊക്കെ ഇന്ന് രാവിലെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒന്ന് പറിച്ച് കളയണേ. സെല്ലോ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിയിരിക്കുന്ന സാധനം ഫെവിക്കോൾ വെച്ച് ഒട്ടി പിടിച്ച പോലെ സാധനമൊക്കെ ഒന്ന് വലിച്ചു പറിച്ചിട്ട് നമ്മളൊന്ന് ഫ്രീ ആകുകയാണെങ്കിൽ, എല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, എല്ലാം വിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക്, അല്ലെങ്കിൽ എല്ലാം കളയാൻ, എല്ലാം ഉപേക്ഷിക്കാൻ. അതിൻ്റെ താഴെ പറയാം, തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. കർത്താവ് പറയാം, ഇങ്ങനെ നമ്മൾ ജീവനെ രക്ഷിക്കാൻ, നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ ഒക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നവനെല്ലാം അതിനെ കളയും. എന്നാൽ തൻ്റെ ജീവനെയും തനിക്കുള്ളതിനെയും ഒന്നും വേണ്ടാന്ന് വെക്കുന്നവൻ നിക്ഷേപം സ്വരൂപിക്കുകയാണ്. നിത്യതയ്ക്ക് വേണ്ടി നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുകയാണെങ്കിൽ എത്ര ഫ്രീ ആവുമെന്നറിയോ നമ്മുടെ മനസ്സ്. നമ്മൾ എന്തുമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്നറിയോ. നമ്മുടെ മനസ്സിൽ ഒന്നിനെ പറ്റി ഒരു ഭാരം വരത്തില്ല. കാരണം ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും ഇതെല്ലാം ഡണ്ണെന്നും ഇത് മലമെന്ന മലയാളത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഡണ്ണെന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ കഴിയുന്നവർക്ക് നിത്യതയുടെ ദർശനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹഭാവവും ആ സാന്നിധ്യവും ആ തേജസ്സും കാണുന്ന വ്യക്തിക്ക് ഒരിക്കലും ഇവിടേക്ക് കണ്ണ് പോകത്തില്ല. ഇവിടെ ഗ്രാബ് ചെയ്ത് ബാങ്കിലും അല്ലാത്തടത്തും എല്ലാം ഈ മൈൻഡെന്ന് പറഞ്ഞാൽ സ്വയം എന്ത് പണം വേണേലും മുടക്കും, സ്വന്തത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി. മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ കണക്കാണ്. അതൊരു മൈൻഡ് സെറ്റാണ്. അതൊക്കെ ഇന്ന് മാറണം. കർത്താവിൻ്റെ വരവിന് പോകാനിരിക്കുമ്പം വളരെ 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 അലേർട്ടായിരിക്കണം നമ്മുടെ ലൈഫ്. ഏത് നിമിഷമാണ് കർത്താവ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് നിമിഷം വന്നാലും പോകത്തക്കോണം ഒന്നിനും പറ്റി പിടിക്കാതെ
ഒരു കാര്യവും നമ്മളെ പറ്റിപ്പിടിക്കാതെ ക്രൂശിനെ മാത്രം കണ്ടുകൊണ്ട് ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ പറ്റും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഇന്നും നമ്മൾ തിന്നാനാണ് ഇഷ്ടം പോലെ പൈസ മുടക്കും, കുടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ, നടാൻ, പണിയാൻ, വാങ്ങാൻ, വിൽക്കാൻ, ഇതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെച്ചേക്കുക. അങ്ങനെയെല്ലാം നമ്മുടെ ശ്രദ്ധ കൂടുതലും അതിലേക്കാവുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. ഒത്തിരി ലക്ഷണം ഒത്തിരി പേർക്ക് പറയാൻ കാണും, പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇത് പറയാനാണ്. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി കുറേ പ്രാർത്ഥിക്കുകയും ഒത്തിരി ദൈവസന്നിധി ഇരിക്കുകയും ചെയ്തിട്ടാണ് ഈ വചനം. ഇത് വളരെ സെൻസിറ്റീവ് വചനമാണെന്ന് എനിക്കറിയാം. ഇത് പറയാൻ ഇച്ചിരി പ്രയാസമുള്ള വചനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ സോദോമിലെ ജനങ്ങളെപ്പോലെയും നോഹയുടെ കാലത്തെ ജനങ്ങളെപ്പോലെയും നമ്മളായിത്തീരരുത്. എന്താണ് നോഹയുടെ കാലത്തെ ജനങ്ങൾക്കും സോദോമിലെ ജനങ്ങൾക്കും ഉള്ള പ്രത്യേകതകൾ? ഞാൻ പറഞ്ഞില്ലേ 2 പാർട്ടായിട്ടാണ് പ്രസംഗിക്കുന്നത്. 2ാമത്തെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷനാണിത്. ഈ കാലത്തെ ഒന്ന് വിവേചിക്കാൻ. ഒന്നാമത് സോദോമിൻ്റെ കാലത്തും അല്ലെങ്കിൽ ലോത്തിൻ്റെ കാലത്തും നോഹയുടെ കാലത്തും ഒന്നാമത് ദൈവഭയം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ ഏതും കാണിക്കാൻ യാതൊരു ദൈവഭയവുമില്ല. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ഭയമില്ല, പാസ്റ്റർമാരെ ഭയമില്ല, വിശ്വാസികളെ ഭയമില്ല. ആരെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത പോലുമില്ല. ലജ്ജയായതിൽ മാനം തോന്നുകയും ഒരു വല്ലാത്തൊരു സംസ്കാരത്തിന് അടിമപ്പെടുകയും വല്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മുടെ തലമുറയും നമ്മളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ട ഈ തലമുറയിൽ ദൈവഭയത്തിലേക്ക് മടങ്ങി വരണം. അതാണ് ദൈവം ഒന്നാമതായിട്ട് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. യാതൊരു കൂസലുമില്ലാത്ത, യാതൊരു സങ്കോചവുമില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് കൊള്ളാവുന്നവരുമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആരും കാണാനില്ലെങ്കിലും നമുക്കൊരു ഉള്ളിലൊരു ദൈവഭയം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ആരും അടുത്തില്ലെങ്കിലും എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് ഒരു ചിന്ത, ദൈവഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് നമ്മളൊക്കെ ജനിച്ചതും ജീവിച്ചതും വളർന്നതും. എന്നാൽ ഇന്ന് ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല, ദൈവം കണ്ടാൽ ഒട്ടും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഈ കാലം കർത്താവിൻ്റെ വരവിന് ഏറ്റവും അടുത്തു എന്ന് ബൈബിൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രണ്ടാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തെ പിറകിലെറിഞ്ഞു കളഞ്ഞ ഒരു കാലം. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവവചനം വേണ്ടെന്ന് പറയുന്ന, ദൈവവചനത്തിന് യാതൊരു ശക്തിയുമില്ല, ശക്തി മറ്റെന്തൊക്കെയോ ആണെന്ന് വിളിച്ചു പോകുന്ന ഒരു തലമുറയെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ കേട്ടതുപോലെ ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ ദൈവവചനത്തിന് അതീതമായി, ദൈവവചനത്തിന് വെളിയിലുള്ള, ദൈവവചനത്തിന് പുറത്തുള്ള എന്ത് കാര്യവും, അതിന് എക്സ്റ്റസി ആയിരിക്കാം, അതിന് എന്തോ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ശരി, ദൈവവചനത്തിൽ ഇല്ലാത്തതെല്ലാം പാപമാണ്. അത് തീർത്തും നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഇതിനെ വിളിച്ചു പറയാൻ നമ്മുടെ സമൂഹം എഴുന്നേൽക്കണം. വളരെയധികം ശക്തമായിട്ട് ഞാൻ പറയട്ടെ, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവവചനത്തിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ ജീവിതം. അവിടെ ദൈവം എന്തൊക്കെയാണ് പറയുന്നത്, കർത്താവ് എന്തൊക്കെയാണ് പറയുന്നത്, യേശു ശിഷ്യന്മാരെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ എന്തൊക്കെയാണ് നമ്മളെ ഉപദേശിച്ചു തന്നത്, ഇത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടിയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ ഞാനതിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 7 അധ്യായം, എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച 7 അധ്യായം, അത് നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും മത്തായി സുവിശേഷം 5, 6, 7, യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16, 17, ഈ 3 ആദ്യത്തെ 3 യേശു പറഞ്ഞ ഉപദേശങ്ങൾ. പിന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് രാവിലെ നമ്മൾ കേട്ടല്ലോ. നമ്മുടെ കയ്യെ പിടിച്ച് ഇതിലെ നടക്ക്, ഇങ്ങനെ പോ, അങ്ങനെ പോ എന്ന് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ്, യേശുവിൻ്റെ ഉപദേശവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ട് ഇങ്ങനെയുള്ള ദൈവവചനത്തെ പുറകിലെറിഞ്ഞ് കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അതുകൊണ്ട്
മത്തായി സുവിശേഷം 5-ാം അധ്യായം ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ മുതിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഉപദേശങ്ങൾ, യേശുവിനെ പോലെ ജീവിക്കാൻ, യേശു പറഞ്ഞതുപോലെ ജീവിക്കാൻ, അങ്ങനെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തത്തുള്ളൂ. ഞാൻ ഇച്ചിരി സ്പീഡിലൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാനൊന്ന് പോസ് ചെയ്തിട്ട് ഒരു കാര്യം പറയാം. മത്തായി സുവിശേഷം 5 പറയുമ്പം എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു വാക്യം എന്തിനാ ഈ കർത്താവ് ഇവിടെ എഴുതി വെച്ചത്? ഈ ഒരു വാക്യം ഇല്ലായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതാണെന്ന് സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുക, ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. സത്യത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഇതെന്തിനാണ് ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ച്? ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു തെറ്റ് ഒരാളോട് ചെയ്താൽ അത് ഞാൻ ചെയ്ത തെറ്റാണ്, എനിക്ക് വേണേൽ പോയി ക്ഷമ ചോദിക്കാം, കാരണം ഞാൻ ചെയ്ത തെറ്റാണല്ലോ. പക്ഷെ ഞാൻ ചെയ്യാത്ത തെറ്റിന്, ഞാൻ ചെയ്തിട്ടേ ഇല്ല തെറ്റ്, എന്നോട് അവർ ചെയ്ത തെറ്റ് ഞാൻ പോയി ക്ഷമ ചോദിക്കണമെന്ന്, അതെന്തോ നീതിയാണ്, എന്തോ ന്യായമാണ്. കർത്താവ് ഇത്ര ശക്തമായിട്ട് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയും? ദൈവരാജ്യത്തിൽ മീൻസ് എങ്ങനെ കർത്താവ് വരുമ്പോൾ പോകാൻ കഴിയും? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര അലേർട്ടായിരിക്കണം നമ്മളല്ലേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടേ സഹോദരനോട് കോപിച്ചാൽ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും, സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ അഗ്നിനരകത്തിലോട്ടാണ് തള്ളിവിടുന്നത്. ഇതുപോലെ നമ്മളെല്ലാം ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് റിജക്റ്റഡ് എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, പോസ്റ്റ്പോൺ എന്ന് പറയുന്നൊരു വാക്കില്ല. നിൻ്റെ സഹോദരനോട് കോപിക്കുന്നവനൊക്കെ ആ നിത്യ നരകത്തിലേക്ക് തള്ളിയിടും. നിൻ്റെ നിസാരാന്ന് പറഞ്ഞാൽ പോലും, യു ഫൂൾ എന്നൊന്ന് വിളിച്ചാൽ പോലും ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു നീതിയും പറയാനില്ല. അന്ന് ഇന്ന സാജുവിൻ്റെ ഭാര്യയാണെന്നൊന്നും പറഞ്ഞ് റെക്കമെൻഡൊന്നും ചെയ്ത് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. ഒരൊറ്റ വാക്കേ ഉള്ളൂ, റിജക്റ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ എന്ന് പറയുന്നൊരു വാക്ക് ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിലില്ല. ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഈ വാക്യവും ഇതുമായിട്ട് ഞാൻ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം ചിന്തിക്കുക, ആരോടെങ്കിലും നമുക്ക് പിണക്കമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിരപ്പ് പ്രാപിക്കുക. ഈ സമ്മേളനം, ഈ കൂട്ടായ്മ അതിനിടയാക്കട്ടെ. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുക. ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിങ്ങൾക്ക് ചെന്ന് ഒന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ദിവസമായി മാറട്ടെ. ഇതൊരു ഉണർവിൻ്റെ കാരണമായി തീരട്ടെ. ഇതൊക്കെയാണ് ഉണർവ്, അല്ലാതെ കുറേ ബഹളവും ചാട്ടവും ഒന്നും അല്ല ഉണർവ്. ഉണർവെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് ടു ബൈബിൾ, അല്ലെങ്കിൽ ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്, അല്ല ബാക്ക് ടു ജീസസ്. അതാണ് ഉണർവ്. ആ ഉണർവിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിലെ 3-ാമത്തെ കാര്യം, വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഇത് ഒത്തിരി നേരം പറയേണ്ടതാണ്. സോദോമിൻ്റെ പാപവും ലോത്തിൻ്റെ കാലവും നോഹയുടെ കാലവും പോലെ നമ്മളിങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ കാലഘട്ടത്തെ തിരിച്ചറിയാൻ, ഈ കാലഘട്ടത്തിൽ ഈ ഒഴുക്കിനെതിരെ ഒന്ന് നീന്താൻ ദൈവമേ നീ എന്നെ സഹായിക്കണേ. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ടെന്നിരിക്കും, നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കണ്ടെന്നിരിക്കുകയില്ല. ലോകം നിങ്ങളെ പകയ്ക്കും, കാരണം എന്നെ അതിനു മുമ്പേ പകച്ചു എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മളെ മുമ്പേ പകച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവേ ഈ ഒഴുക്കിനെതിരെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ, വേർപാടിന് വേണ്ടി നിൽക്കാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിച്ചതാണ് ദാനിയേലൊക്കെ. ആ ദാനിയേലിൻ്റെ വീട്ടിൽ ഒരു പക്ഷേ കൊച്ചുനാൾ മുതലേ പഠിപ്പിച്ച് കാണും അപ്പനും അമ്മയും. ആവർത്തന പുസ്തകം ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന വിഷയമാണ് പേരൻറ്റിങ്ങിൻ്റെ, അതിലേക്ക് കടക്കുന്നില്ല. ആവർത്തന പുസ്തകത്തിലെ ക്ഷേമ എല്ലാ ദിവസവും അപ്പനും അമ്മയും മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു. നീ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം നിൻ്റെ ജീവിതം, എങ്ങനെയായിരിക്കണം യേശുവുമായുള്ള നിൻ്റെ ബന്ധം, ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞ് ദാനിയേലിൻ്റെയൊക്കെ ജീവിതത്തിൽ, ചന്ദ്രക്ക് മേശക്ക് അഭയന്തരവും അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു പറയുവാണെങ്കിൽ അവർക്ക് സുഖമായി ജീവിക്കാം. ഒരു നിമിഷം അത് യേശുവിനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ അവർക്ക് സുഖമായി ജീവിക്കാം. പക്ഷേ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നത് മുഖാന്തരം എത്രയോ പേരാണ് ജയിലിൽ കിടക്കുന്നത്, എത്രയോ പേരാണ് ഓരോ ദിവസം മരിക്കുന്നത്, വെട്ടിയും അരിഞ്ഞും കൊന്നും എന്തെല്ലാം നമ്മൾ കാണുന്നു കേൾക്കുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ഓർത്ത് ഇതൊക്കെ വെറും കള്ളത്തരമായിരിക്കും, വാട്സാപ്പ് മെസ്സേജുകളെല്ലാം കള്ളത്തരം. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജയിലിൽ കിടന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിൻ്റെ വേദന എന്തുമാത്രം വലുതാണ്.
കർത്താവിന് വേണ്ടി കർത്താവ് യേശു കർത്താവെന്ന് ഒരു വാക്കുകൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിനെ സാക്ഷിച്ചത് മുഖാന്തരം, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ മറ്റുള്ളവർക്ക് സ്നാനം കൊടുത്തത് മുഖാന്തരം എത്രയോ പേര് വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നവർ പോലും ഉണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനും നമുക്ക് ഈ കോൺഫറൻസ് മുഖാന്തരം ഇടയാക്കട്ടെ. ലേവ്യ പുസ്തകം 18:2 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഔട്ട് ഓഫ് സിലബസ് പോലെ തോന്നാം, എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പലരും ചോദിക്കുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, നമ്മൾ ഏത് കൾച്ചർ ഫോളോ ചെയ്യണം? നമ്മൾ കർത്താവിൻ്റെ വരവിനാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യണോ, അമേരിക്കൻ കൾച്ചർ ഫോളോ ചെയ്യണോ, ആഫ്രിക്കൻ കൾച്ചർ ഫോളോ ചെയ്യണോ? പിള്ളേർ കൺഫ്യൂഷനില്ല. ഒത്തിരി പിള്ളേർ, ഞങ്ങൾ സ്ഥിരം എടുക്കുന്ന ക്ലാസ് പേരൻറ്റിങ് ആണ്, അതുകൊണ്ട് ഞാനതൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാം. നമ്മൾ ഒത്തിരി യങ് പേരൻസ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പം ഏത് കൾച്ചറാണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? വളരെ പ്രഷറിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറയും ജീവിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഈ ഒരൊറ്റ വാക്യം പറഞ്ഞു കൊടുത്താൽ മതി. 18:2-3 നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും ആകരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇത്രയും പറഞ്ഞാൽ മതി. മക്കളെ, നിങ്ങൾ ഇന്ത്യയിലെ കൾച്ചറിലും ജീവിക്കേണ്ട, നിങ്ങൾ അമേരിക്കയിലെ കൾച്ചറിലും ജീവിക്കേണ്ട. ദൈവത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ ദൈവത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ കയറിപ്പോകണം. അത് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും, ഉപദേശങ്ങളെന്ന് പറയുമ്പോഴും ഓർക്കണം, യേശു പറഞ്ഞ ഉപദേശങ്ങൾ ജസ്റ്റ് അതുമാത്രമെങ്കിലും ഒന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ആ ബിബ്ലിക്കൽ കൾച്ചറിൽ അവരുടെ ജീവിതം നയിക്കാൻ ദൈവം ഇടയാക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവവചന വായന നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. ആഫ്രിക്കയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വിഷയം ഇതാണ്. അവർക്ക് ബൈബിളില്ല. ഞങ്ങൾ ബൈബിൾ കൊടുക്കുകയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അങ്ങനെ എനിക്ക് അമേരിക്കയിലെ രീതി പറയാൻ അറിയത്തില്ല. ഇന്ത്യയിലെ 1200 1400 രൂപയൊക്കെയാണ് ഒരു ബൈബിളിന് അവിടെ. അപ്പം ഇന്ത്യയിലെ ഒരു 200 രൂപ വാങ്ങിച്ചിട്ട് 1000 രൂപയുടെ ബൈബിൾ 1000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ആ 200 രൂപയെ അവർക്ക് മുടക്കേണ്ടതുള്ളൂ. അത്രയ്ക്കും വിലയാണ് അവിടെ. അതുകൊണ്ട് ബൈബിൾ കൊടുക്കുക, ബൈബിളിലെ കാര്യങ്ങൾ, യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, ബൈബിൾ വായിക്കണം എന്ന് പറയുക. ഇതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ സമയം ചെയ്യുന്നത്. അപ്പം യേശു പറഞ്ഞ കൽപ്പനകളും ഉപദേശങ്ങളും ഒക്കെ പാലിക്കാമെങ്കിൽ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാൻ പറ്റും. 1 യോഹന്നാൻ 3:3 ഒരു വാക്യമുണ്ട്. ഞങ്ങൾ പലപ്പോഴും സായിശാനും പ്രസംഗിക്കുമ്പോൾ ആ വാക്യം പറയും. ഞാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ്. 1 യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു നാൾ യേശു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ യേശുവിനെ എതിരേൽക്കേണ്ടത് എന്നോർത്താൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ നമ്മളായിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. നമ്മുടെ ഈ ലൈഫ് ദൈവം നമുക്ക് തന്നത് യേശുവിനെ പോലെ ആകാനാണ്. യേശുവിനെ പോലെ ആയിക്കൊണ്ട് യേശു വരുമ്പം യേശുവിൻ്റെ ജീവിതം ജീവിച്ചിട്ട് യേശു വരുമ്പോൾ യേശുവിനെ പോലെ ആയിക്കൊണ്ട് യേശുവിനെ എതിരേൽക്കുക. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഞാൻ ഇത്രയും വേഗത്തിൽ സമയത്തിൻ്റെ ഇതും കൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കണമല്ലോ. 2ാമത്തെ ഭാഗത്തിലേക്ക് കയറിയിട്ട് പോലുമില്ല. മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന പ്രശസ്തനായ മൈക്കലാഞ്ചലോ അറിയാമല്ലോ. അദ്ദേഹം നടന്നു പോയപ്പം സുഹൃത്ത് ചോദിച്ചു, ഒരു കല്ല്, ഒരു നല്ല വെള്ള മാർബിൾ കല്ല് അയാൾ കയ്യിലേക്ക് എടുത്തിട്ട് ചോദിച്ചു, എടുക്കുന്നത് കണ്ടു. അപ്പോൾ സുഹൃത്ത് ചോദിച്ചു, ഇത് എന്തിനു വേണ്ടിയാണ് ഈ കല്ല് എടുത്ത്? അപ്പോൾ പറഞ്ഞു, ഐ സീ ആൻ ഏഞ്ചൽ ഇൻ ഇറ്റ്. അപ്പോൾ പറഞ്ഞു, ഏഞ്ചലോ? ഇത് വെറും ഒരു കല്ലല്ലേ, ഇതിനകത്ത് എങ്ങനെ ഏഞ്ചലിനെ കാണുന്നത്? ഉടനെ മൈക്കലാഞ്ചലോ പറഞ്ഞു, ഐ സീ ആൻ ഏഞ്ചൽ ഇൻ ഇറ്റ്, ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട് ഐ ചിസ്ലേവയാണ്. ഇതിനകത്ത് ഞാനൊരു ദൈവദൂതനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാലാഖയെ കാണുന്നുണ്ട്, ബാക്കി ഭാഗം ഞാനങ്ങ് ചിസിൽ ചെയ്ത് ചെത്തിക്കളയും. ഇതുപോലെ കർത്താവ് നമ്മളിലെല്ലാം യേശുവിൻ്റെ സ്വഭാവവും സ്വരൂപവും കാണുകയാണ്. ബാക്കിയെല്ലാം ദൈവത്തിന് കൊള്ളാത്തത് എല്ലാം
അതിനെയും വികാരങ്ങളായിരിക്കാം, വിചാരങ്ങളായിരിക്കാം, അതിനെയും നമ്മുടെ ദുർനടപ്പായിരിക്കാം, നമ്മുടെ സ്വഭാവ മാലിന്യങ്ങളായിരിക്കാം, കർത്താവിന് ചേരാത്ത എല്ലാം ചെത്തിക്കളയാൻ ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എങ്കിൽ അങ്ങനെ ചെത്തിക്കളയാണെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ ആയിക്കൊണ്ട് അവനോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സോദോമിൻ്റെ പാപങ്ങൾ, ഗോമോറയുടെ പാപങ്ങൾ, നോഹയുടെ കാലത്തെ പാപങ്ങൾ, ബാബേൽ രാജ്യത്തെ പാപങ്ങൾ ഒന്നും നമ്മളെ ഉണ്ടാകാതെ യേശു പറഞ്ഞ യേശുവിൻ്റെ ബിബ്ലിക്കൽ കൾച്ചർ, ആ ദൈവരാജ്യത്തിൻ്റെ ജീവിതം ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സമയം കഴിയുമല്ലോ. അതുകൊണ്ട് യൂട്യൂബിൽ ഉത്തമഗീതം എന്ന ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇതിൻ്റെ ബാക്കിയാണത്. അതുകൊണ്ട് അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഉത്തമഗീതം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കേൾക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഉത്തമഗീതത്തിലേക്ക് കടക്കുവാനുള്ള സമയം എനിക്കറിയത്തില്ല. എനിക്ക് 17 വയസ്സുള്ളപ്പം എനിക്കൊരു ലിവിങ് ബൈബിൾ അന്ന് ഇംഗ്ലീഷ് ബൈബിൾ തന്നു. അന്നേരം ഞാൻ വായിച്ചപ്പം എന്നെ ഏറ്റവും സ്വാധീനിച്ചത് ഉത്തമഗീതം, സോങ് ഓഫ് സോളമൻ ആയിരുന്നു. എന്നിട്ട് ഞാനത് വായിക്കുമ്പം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഒരു സാധാരണ ഒരു 17 വയസ്സുള്ളൊരു പെണ്ണ് ഉത്തമഗീതം ഇരുന്ന് വായിച്ചാൽ എന്തോ ആയിരിക്കും തോന്നുന്നത്. നമ്മളൊന്ന് ശരിക്കും ഞാൻ തമാശന് ചോദിക്കുക, എന്തോ അതിനകത്ത് ശരിക്കും അത് അന്നേരം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് ആ ഉത്തമഗീതത്തിലെ ഓരോ വരികളും എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പെനട്രേറ്റ് ചെയ്യുക. ആ ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് നിറച്ചു. അന്ന് ദൈവസ്നേഹം നിറഞ്ഞത് അത് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഒരാളോടും ഒരു സ്നേഹവും തോന്നിയില്ല, ഒരു കാര്യത്തോടും എനിക്ക് ആകർഷണം തോന്നിയിട്ടില്ല, ഒന്നുമില്ല. എൻ്റെ ജീവിതത്തെ ശരിക്കും കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ, ആ ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഉത്തമഗീതം ശരിക്കും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പെട്ടെന്ന് ഞാൻ 2-3 കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സോങ് ഓഫ് സോളമൻ എടുക്കാം. 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം മുതൽ മുഴുവൻ വിശദീകരിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അവൈലബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ 1 കൊരിന്ത്യർ ഉത്തമഗീതം പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 1 കൊരിന്ത്യറിനകത്ത് ഒരു വാക്യമുണ്ട്. നമ്മൾ ആരാണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അപ്പം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുക, അതാണ് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുക, നമ്മളെ ഡീവിയേറ്റ് ചെയ്യുകയാണ് ഈ സാത്താൻ്റെ ഏറ്റവും വലിയ പണി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ അതിനകത്തുനിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ പണി. അതുകൊണ്ട് ഈ എപ്പോഴും ഒന്ന് വായിക്കാമോ പ്ലീസ്? 11:2 സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒറ്റ വാക്കിനകത്ത് പറയണമെങ്കിൽ ഈ ഒരു വാക്യം മതി. കാരണം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ ജീവിക്കാനാണ് ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം. കറ ചുളുക്കം ഒന്നും ഇല്ലാത്ത സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് വരുമ്പം കർത്താവ് ഒരു ബ്രൈഡിൽ നിന്ന്, നമുക്കറിയാം ഈ ബ്രൈഡ് ഒരു കല്യാണം നിശ്ചയിച്ച ഒരു പെണ്ണ്, അവളൊരു കുലീനത്വമുള്ള, അവളൊരു നോബിൾ വുമൺ ആണെങ്കിൽ ഓരോ നിമിഷവും കൗണ്ട് ഡൗൺ ചെയ്യും എന്നാണ് എൻ്റെ ബ്രൈഡ് ഗ്രൂം വരുന്നത്.
ആ ബ്രൈഡ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവളുടെ പാഷൻ, അവളുടെ സമയം, അവൾക്ക് ആ സമയം ഒരിക്കലും ഒരു ബോറിംഗ് അല്ല. എൻ്റെ കാന്തൻ എപ്പോഴാണ് വരുന്നത്, ഇന്ന് വരുമോ, ഇപ്പോൾ വരുമോ, അടുത്ത നിമിഷം വരുമോ, ഓരോ നിമിഷവും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ആ കാന്തനെ ഒന്ന് കാണണം, ആ കാന്തയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ കാന്തന് ഒരാഗ്രഹമുണ്ട്, എൻ്റെ കാന്തൻ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തതാ, അവളുടെ ഹൃദയം ഒരിക്കലും എന്നിൽ നിന്ന് മാറിപ്പോകല്ല, അവളുടെ കണ്ണ് എന്നിൽ നിന്നും പരപുരുഷനിലേക്ക് മാറിപ്പോകല്ല, അവളുടെ കണ്ണ്, അവളുടെ ഹൃദയം, അവളുടെ മനസ്സ് എപ്പോഴും എന്നിൽ മാത്രമായിരിക്കണം എന്ന് കാന്തനും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ കാന്ത ആഗ്രഹിക്കുന്നത് എൻ്റെ കാന്തൻ വരുമ്പോൾ അവനെ ഞാൻ എങ്ങനെ എത്ര പവിത്രമായിട്ട് എനിക്ക് എൻ്റെ കാന്തന് എന്നെ മടക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് കാന്തയുടെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിലെ വേറൊരു അനുഭവം ഞാൻ പെട്ടെന്ന് അന്നേരം ഓർത്തു. ഒരു പ്രാവശ്യം ഇപ്പോഴാണ് ഞാൻ ഈ സായിസാൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നതും ഈ അസുഖമൊക്കെ വന്നേ പിന്നെ ഇപ്പോഴാണ് ഞാൻ ഒത്തിരി വർഷങ്ങൾ കുറിയന്നൂർ എൻ്റെ മക്കളെയും വളർത്തി സായിച്ചാൻ്റെ അമ്മയെ നോക്കി 20 വർഷത്തോളം അവിടെ ജീവിച്ചു. അപ്പം നമ്മൾ വർഷത്തിൽ വല്ലപ്പോഴും ഒന്ന് ട്രെയിനെ യാത്ര ചെയ്ത് മിഷൻ ഫീൽഡിലും ഒക്കെ പോകും. അങ്ങനെ ഞാനും പിള്ളേരും കൂടെ ഡൽഹിയിലോട്ട് യാത്ര ചെയ്യുമായിരുന്നു. ഡൽഹിയിലോട്ട് യാത്ര ചെയ്യുക, ഞാനന്നൊരു മെലിഞ്ഞ ഈർക്കിൽ പോലത്തെ ഒരു പെണ്ണായിരുന്നു, ഇപ്പോഴേ വണ്ണമൊക്കെ വെച്ച്. അന്നേരം ഞാൻ അവിടെ പോകുമ്പോൾ അപ്പർ ബർത്തിലാണ് കിടന്നത്. അപ്പർ ബർത്തിൽ കിടന്ന് വെളുപ്പിനെ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളുടെ ട്രെയിൻ ഒരു 9 മണിയാകുമ്പം ഡൽഹിയിലെത്തും. ഒരു 5:30, 6 ആയി വരുന്നേ ഉള്ളൂ. വേണമെങ്കിൽ അപ്പർ ബർത്തിലല്ലേ ഒരു 9 മണി, ഒരു 8:30 വരെയും കിടന്നുറങ്ങാം, നല്ലൊരു സമയം. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് നിങ്ങളെ ഫേസ് ചെയ്ത് അങ്ങോട്ടും കിടക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മോള് അവൾ അപ്പർ ബർത്തിൽ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് നോക്കി കിടക്കുന്നു. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഒന്ന് കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കുക, വട്ടന്മാർ ചിരിക്കുന്നല്ലോ. തന്നെ കിടന്ന് മോളിൽ കിടന്ന് ആരെങ്കിലും ചിരിക്കുമോ? ഉടനെ അമ്മ ഇതെന്നെ ഈ കാണിക്കുന്നത്, വട്ടന്മാർ ചിരിക്കുന്ന പോലെ ഈ വെളുപ്പാങ്കാലത്ത് ചിരിക്കുന്നത്. ഉടനെ ഞാൻ പറയാം, മോളെ അപ്പം 9 മണിയാകുമ്പം വരും, അപ്പം 9 മണിയാകുമ്പം വരുമെന്ന് പറഞ്ഞാൽ സായിച്ചാൻ ആഫ്രിക്കയിൽ നിന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുക, ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹി പോവുക. അപ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല പറയും, അവൾ കിടന്നുറങ്ങി. പക്ഷെ ഞാൻ പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറയാം, ഇതുപോലെ കർത്താവ് ഒരു ദിവസം വരുമ്പം പാവമൊന്നും ചെയ്യാത്ത ഒരു ബ്രൈഡാണെങ്കിൽ ആ മണവാളം വരുമ്പോഴത്തേക്ക് നേരെ മുഖാമുഖമായിട്ട് കണ്ട് എൻ്റെ കർത്താവ് ഇപ്പം വരും. എന്തൊരു സന്തോഷമാണ് അത്. ആ കർത്താവിനെ ഒരു ബ്ലെമിഷും ഇല്ലാതെ, ഒരു കറയില്ലാതെ, ഒരു ചുളുക്കവും ഇല്ലാതെ സ്വീകരിക്കാൻ നമ്മൾ റെഡി ആയിരിക്കും. അതേസമയം പാപം ചെയ്ത് ഒരു അവിശ്വസ്തയായ ഒരു ഭാര്യയായിരുന്നു ഞാനെങ്കിൽ ആ 9 മണി എന്ന് പറയുന്ന സമയം എൻ്റെ ജീവിതത്തിൽ വലിയ ഭയം ഉണ്ടാക്കും. കർത്താവേ, എൻ്റെ ഭർത്താവ് ഇപ്പം വരും, ഇനി എങ്ങനെയൊക്കെ ആയിരിക്കുമോ കാര്യങ്ങൾ, ഇനി എങ്ങനെയൊക്കെ ആയിരിക്കുമോ ഫേസ് ചെയ്യുന്നത്, എന്തോ ഒരു ഭയമായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ. എന്നാൽ എനിക്കും എൻ്റെ ദൈവത്തിന് മധ്യത്തിൽ ഒന്നുമില്ല. ട്രാൻസ്പെറൻ്റാണ് ഞാനെങ്കിൽ, ഞാൻ വിശുദ്ധയാണെങ്കിൽ ആ ഭർത്താവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ആ ഒരു കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നുള്ളൊരു സ്നേഹമാണ്. ആ ഒരു സ്നേഹമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ കാന്ത സർവാംഗ സുന്ദരിയായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കാന്തയ്ക്ക് യാതൊരു ഊനവും ഉണ്ടാകാൻ പാടില്ലെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാതൊരു ഊനവുമില്ലാത്ത, യാതൊരു കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത ശുദ്ധവും ശുഭ്രവുമായ സ്ത്രീകളിൽ അതിസുന്ദരിയെന്ന് വിളിക്കുമ്പം ആ ഓരോ ബോഡി പാർട്ടും ഹെഡ് ടു ഫുട്ട്, വിരലിൻ്റെ അറ്റം വരെ അത് വിശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഓരോ അലിഗറി എന്ന് പറഞ്ഞാൽ അലങ്കാര ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓരോ അവയവങ്ങളെ അവിടെ പറഞ്ഞിട്ട് ഉപമിക്കുമ്പോൾ പറയുവാണ്, അങ്ങനെ എൻ്റെ കാന്ത പെർഫെക്റ്റ് ആയിരിക്കണം, അവളിൽ യാതൊരു ഊനവും പാടില്ല, താഴ്വരകളിലെ താമരപ്പൂ പോലെ ആയിരിക്കണം അവൾ. ആ താഴ്വരയിൽ മുഴുവൻ ചേറ് നിറഞ്ഞു കിടന്നാലും അവളിൽ ഒരു ചേറും പറ്റാൻ പാടില്ല. കാരണം ആ താമരപ്പൂ എന്നും ബ്ലൂമായിട്ട് വികസിച്ച് നിൽക്കും ആ കാന്തനെ രസിപ്പിക്കാൻ വേണ്ടി. മുള്ളുകളുടെ ഇടയിൽ ഒരു താമര പോലെ ആയിരിക്കും. നിറച്ച് മുള്ളും ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രതികൂലങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആണെങ്കിലും നമ്മളുടെ ജീവിതം അതൊരു താമര പോലെയും, അത് ശരിക്കും മുള്ളുകളുടെ ഇടയിലെ താമര പോലെ അല്ലെ, ഇടയിൽ വളരുന്ന താമര, അതെത്ര മനോഹരമാണ്. ആ നാരകം എന്തുമാത്രം അവനെ കംഫർട്ട് ചെയ്യുന്നു,
യേശു നമ്മുടെ ഓരോ ജീവിതവും, നമ്മുടെ ഓരോ ഭാവവും, ഓരോ സംസാരവും ദൈവത്തെ കംഫർട്ട് ചെയ്യണം. ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹം. നമ്മുടെ വിചാരം നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹം. പക്ഷെ നേരെ തിരിച്ച് ദൈവത്തിന് നമ്മുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര ആഗ്രഹം. എൻ്റെ പ്രിയേ, എൻ്റെ പ്രിയേ എന്ന് പറഞ്ഞ് എത്ര അടുത്തുണ്ട്. അത് ധാരാളം പറയണമെന്നുണ്ട്. ഒരു വാക്യം 6:10 അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം ഉള്ളോരിവൾ ആർ. അപ്പോൾ അവളെപ്പറ്റി അവിടെ പറയുന്ന സഭയെപ്പറ്റിയാണ്. ക്രിസ്തു എന്ന മണവാളൻ്റെ സഭയാണ് നമ്മൾ ഓരോരുത്തരും സഭയാണ്. ക്രിസ്തുവിൻ്റെ ബ്രൈഡാണ് നമ്മളെപ്പറ്റി പറയാം. അരുണോദയം പോലെ ശോഭ അവൾക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അവിടെ ഒരു ഇരുട്ടും പാടില്ല. ചന്ദ്രനെ പോലെ ആയിരിക്കണം അവളുടെ സൗന്ദര്യം, സൂര്യനെ പോലെ ആയിരിക്കണം അവളുടെ നിർമ്മലത, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കരി എന്നുള്ള അർത്ഥമല്ല. ആഢ്യത്വം, നൊബിലിറ്റി, കുലീനത. നമ്മൾ പറയത്തില്ലേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണെന്നൊക്കെ പറയത്തില്ലേ, കുലീനതയുള്ള പെണ്ണെന്നൊക്കെ പറയത്തില്ലേ, നൊബിലിറ്റി. അങ്ങനെ ഒരു നൊബിളായിരിക്കണം നമ്മൾ. അതാണ് കർത്താവ് പറയുന്നത്. ഊനമില്ലാത്ത എൻ്റെ പ്രാവേ, നീ കടുംതൂക്കത്തിലിരിക്കുകയാണോ? നിൻ്റെ സ്വരമൊന്ന് ഞാൻ കേൾക്കട്ടെ. അതായത് നമ്മൾ ആ ദൈവവും നമ്മളും മാത്രമുള്ള ഏകാന്ത നിമിഷത്തിൽ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ സ്വരവും ദൈവവും കേൾക്കുന്ന ആ ഇൻറ്റിമസി, യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്നത് പോലുള്ള ആ ഇൻറ്റിമസി. അവസാനമായിട്ട് 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ, എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതത്തിലെ ചെറുമാനിനും കലക്കുട്ടയ്ക്കും തുല്യനായി ഓടിപ്പോയി. അപ്പോൾ ഈ പ്രിയ ഇതെല്ലാം പറയുകയും അന്യോന്യം കാണുകയും ആസ്വദിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്തിട്ട് ഈ പ്രാണപ്രിയൻ അങ്ങ് ഓടിപ്പോയി. നമുക്കറിയാം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയാൽ ഞാൻ അതുപോലെ തിരിച്ചു വരും. അതുപോലെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനല്ല. കർത്താവേ, നീ വരുമ്പോൾ എന്നെ ചേർക്കണേ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്ന കർത്താവേ, ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ കർത്താവേ, കൂട്ടുകാരനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, സഹോദരനെ നിസ്സാരാന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ സമയത്ത് കർത്താവേ, അവിടെ ഉള്ളത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കറാവാട്ടം, മാലിന്യം, ദൈവമേ, ഞങ്ങളുടെ പ്രിയന് ചേരാത്തതെല്ലാം ഞങ്ങൾ ചിസിൽ ചെയ്ത് കളയണമേ. നീ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നിന്നെ പോലെ കാണുന്നതാകൊണ്ട് നിന്നോട് സദൃശ്യന്മാരാക്കി തീർക്കണമേ. ഒരിക്കലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോവാൻ ഞങ്ങളെ സമ്മതിക്കല്ലേ കർത്താവേ. എൻ്റെ പ്രിയ എന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കുവാൻ സർവാംഗ സുന്ദരി, അവളിൽ യാതൊരു ഊനവുമില്ല കർത്താവേ. യേശു അപ്പ, നീ അവിടുന്ന് മണവാളനായിരിക്കുമ്പോൾ മണവാട്ടിയായ സഭ നിന്നെ എതിരേൽക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തള്ളപ്പെട്ടു പോകാനിടയാകല്ലേ. ഹല്ലേലൂയ, ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, റിജക്റ്റഡ് എന്നൊരു വാക്ക് മാത്രമേ ഉള്ളല്ലോ. പോസ്റ്റ്പോൺ എന്ന് പറയുന്ന ഒരു വാക്കില്ലല്ലോ. ദൈവമേ, ഞങ്ങൾക്ക് ഈ ലോകത്തിലെ ജഡ്ജിയാണെങ്കിൽ ഞങ്ങൾക്ക് കേസ് മാറ്റിവെക്കാം. പക്ഷേ സ്വർഗത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊട്ടച്ചൊല്ല, കളിവാക്ക്, തമാശ, ചേർച്ചയല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അവിടുന്ന് അനുവദിക്കരുതേ. വിശുദ്ധന് ചേരാത്ത ഒന്നും ഞങ്ങളിൽ ഉണ്ടാകല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഈ രാവിലെ സമയം ഞങ്ങളെ ചിസിൽ ചെയ്യണമേ, ഞങ്ങളെ വെട്ടിക്കളയണമേ. ആഴത്തിലൊരു പരിവർത്തനം ഇന്ന് കാലം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.